ജഗന് ടെൻഷനാണല്ലേ? ഇതൊരു പ്രതികാരമല്ലേ മായ? പണത്തിനോടുള്ള ആർത്തിയൊന്നുമല്ല. നമുക്കിനി പണം എന്തിനാ? എനിക്കും നിനക്കുമുള്ള ഈ കോടികൾ നമ്മുടെ മരണശേഷം ഏതെങ്കിലും ധർമ്മസ്ഥാപനത്തിന് കൊടുക്കാമെന്നല്ലാതെ ഇതുകൊണ്ട് നമുക്കിനി എന്ത് പ്രയോജനം? അതെ, അത് ശരിയാണ്. നമ്മൾ ആദ്യം അകപ്പെടുത്തുന്നത് വസുന്ധരയ്ക്ക് കൊടുക്കുന്ന പ്രതികാരമാണ്. ആദ്യം ആദിത്യൻ, പിന്നെ അരുൺ, ഒടുവിൽ ആ ബുദ്ധിരാക്ഷസൻ അഖിൽ. അങ്ങനെ ഒന്നൊന്നായിട്ട് അവസാനിപ്പിക്കണം എല്ലാത്തിനെയും. ആ രജിസ്ട്രാർ ആണല്ലോ. എടുക്ക്. ആ സർ. ജഗന്നാഥൻ സർ, എവിടം വരെ എത്തി കാര്യങ്ങൾ? ഇന്ന് ആദ്യമായിട്ടുള്ള ആദ്യത്തെ എഗ്രിമെന്റ് നടക്കും. വെരി ഗുഡ്. ആ ഡീൽ ഉറപ്പാക്കി കഴിഞ്ഞാൽ ഞാൻ സാറിനെ വിളിക്കാം. ഞാൻ ഏത് നിമിഷവും രജിസ്ട്രേഷൻ റെഡിയാ. സാറ് റെഡിയായിരുന്നു. ഈ ജഗന്നാഥൻ ഒരു വല വിരിച്ചാൽ ഞാൻ ലക്ഷ്യമിട്ട ഇര ആ വലയിൽ വന്ന് വീണിരിക്കും. അതിന് സംശയമൊന്നും വേണ്ട. ഓക്കെ. ആ VS ഗ്ലോബുമായിട്ടുള്ള ഡീല് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. അതിൻ്റെ ഫുൾ ക്രെഡിറ്റും സത്യത്തിൽ എനിക്ക് തന്നെയാ. ആ ഡീൽ ഇവൻ തട്ടിക്കളഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലുണ്ടായ വേദന ചെറുതൊന്നും അല്ലായിരുന്നു. ഏട്ടാ, അതൊക്കെ കഴിഞ്ഞു പോയില്ലേ? ഇനി അതിനെക്കുറിച്ച് എന്തിനാ പറയുന്നേ? അങ്ങനെ ഒരു തീരുമാനം എടുത്തത് തെറ്റാണെന്ന് ഇവന് തോന്നിയില്ലേ? ഇവനത് തിരുത്തുകയും ഏട്ടനോട് മാപ്പ് പറയുകയും ചെയ്തു. അതുപോലെ ഏട്ടാ. അല്ല, അതൊക്കെ തീർന്നു. എന്നാലും ഉണ്ടായ മനപ്രയാസം ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രം. അതൊക്കെ പോട്ടെ. എന്തായാലും അതിഭയങ്കര ലാഭമുള്ളൊരു ബിസിനസ് നമ്മുടെ കമ്പനിക്ക് വരാൻ പോവല്ലേ? അത് ശരിയാ ഏട്ടൻ പറഞ്ഞത്. അല്ല, ആ ജനീഷ ഡിക്രൂസിനെ കാണുന്നില്ലല്ലോ. ഹലോ സർ. ഹായ്. 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 ഞാനല്പം താമസിച്ചോ? ഏയ്, അത് സാരമില്ല. ഞങ്ങളുടെ കമ്പനിയുമായിട്ടുള്ള തെറ്റിദ്ധാരണയൊക്കെ മാറിയോ? ഏയ്, തെറ്റായ ധാരണകളൊന്നുമില്ല. അഖിയ ആദ്യം അങ്ങനെ പറയാനുണ്ടായ സാഹചര്യം ഞാനും ഇവനും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന്റെ പ്രശ്നമാണ്. ഏട്ടാ, അക്കാര്യം ഒന്ന് വിട്ടേക്ക്. ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനിയോടുള്ള താല്പര്യം കൊണ്ടാ ഞങ്ങളുടെ കമ്പനി ഇങ്ങനൊരു ഡീലിന് സമ്മതിച്ചു തന്നെ. VS ഗ്ലോബുമായി ചേർന്ന് ബിസിനസ് ചെയ്യാൻ കേരളത്തിൽ ഒരുപാട് കമ്പനികൾ തയ്യാറായിട്ടുണ്ട്. അതൊക്കെ തട്ടിക്കളഞ്ഞ് നിങ്ങളുടെ കമ്പനിയെ സമീപിച്ചത് നിങ്ങളുടെ കമ്പനിയുടെ ഗുഡ്വിൽ കണ്ടിട്ട് തന്നെയാണ്. അഖിൽ സാറ് എതിരഭിപ്രായം പറഞ്ഞപ്പോ തന്നെ ആദിത്യൻ സാറുമായിട്ടുള്ള ഈ ഡീലിൽ നിന്ന് പിന്മാറാൻ ഞാൻ തീരുമാനിച്ചതാ. പിന്നെ നിങ്ങളെല്ലാരും കൂടി ഏകാഭിപ്രായത്തോടെ നിൽക്കുകയാണെന്ന് പറഞ്ഞപ്പോ ഇത് സ്വീകരിച്ചേക്കാന്ന് തോന്നി. എന്റെ 1-2 ചോദ്യങ്ങൾക്ക് ജനീഷ മാഡം ഉത്തരം തരണം. എന്നിട്ട് നമുക്ക് എഗ്രിമെന്റിലേക്ക് കിടക്കാം. ഈ VS ഗ്ലോബ് എന്ന കമ്പനി, മാഡം പറയുന്ന ഈ കമ്പനി ഇപ്പൊ നിലവിലുണ്ടോ? എന്താ മിസ്റ്റർ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഒരു സ്ത്രീയോട് കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിനും ഇടപെടുന്നതിനൊക്കെ ചില പരിമിതികളുണ്ട്. അതുകൊണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. സത്യം പറയേ,
നീ ആരാ? അഖി, എന്താ ഇത്? ഏട്ടനൊന്ന് വെയിറ്റ് ചെയ്യേ. പറയൂ ജനീഷ, നിന്നെ ആരാ അയച്ചത് ഞങ്ങളുടെ അടുത്തേക്ക്? എന്താ നിന്റെ ഉദ്ദേശം? എടാ, വിളിച്ചു വരുത്തിയിട്ട് അപമാനിക്കുന്നോ? ഇതൊന്നും നമ്മുടെ ബിസിനസിന്റെ അന്തസ്സിന് ചേർന്നതല്ല. അഖി, നീ ഈ കാണിക്കുന്നത് മര്യാദ കേടാ. ഇയാൾക്ക് ആദ്യം മുതലേ ഇക്കാര്യത്തിൽ എതിർപ്പായിരുന്നു. ആ, എന്നിട്ട് എന്തിനാ ഇയാളുടെ മുമ്പിലേക്ക് നിങ്ങൾ എന്നെ വിളിച്ചു വരുത്തിയത്? സോറി ജനീഷ. അതെ, വി ആർ എക്സ്ട്രീംലി സോറി. സോറി പറയാൻ വരട്ടെ. ഇവൾ ആരാണെന്നും എന്താണ് ഇവളുടെ ലക്ഷ്യമെന്നും ഇപ്പൊ ഞാൻ തെളിയിച്ചുതരാം. അഖി, എന്നോടുള്ള ഈഗോ തീർക്കേണ്ടത് ഇങ്ങനെയല്ല. അഖി, നിനക്ക് വേറെ വല്ല ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ അത് നീ വീട്ടിൽ വെച്ച് പറയണമായിരുന്നു. നീ ഇത്തരക്കാരനാണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് നമ്മുടെ 3 പേരുടെയും കൂടെയാ, അല്ലാതെ നിന്റേത് മാത്രമല്ല. ഏട്ടാ, എനിക്കൊറ്റയ്ക്ക് കമ്പനി സ്വത്തുക്കളൊന്നും വേണ്ട. ഏട്ടനെ ഇവളുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചെടുക്കാനാ എന്റെ ശ്രമം. എടാ, ഇവൻ എന്നെ ശിക്ഷിക്കുകയാണോ? ശിക്ഷിക്കുകയാണോ രക്ഷിക്കുകയാണോ എന്ന് ഇപ്പൊ പറയാം. സത്യം പറയുന്നതാ നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ നിന്നെ കൊണ്ട് ഞാനത് പറയിപ്പിക്കും. സ്റ്റോപ്പ് ഇറ്റ്. ഇവൾ ആരാണെന്ന് ഇപ്പൊ മനസ്സിലാവൂ ഏട്ടന്. ആനന്ദവർമ്മ സാറിന്റെ മക്കളാണല്ലേ? ആ, ആ, അതെ സർ. ഇത് ആദിത്യ വർമ്മ, ഇത് അരുൺകുമാർ വർമ്മ, ഞാൻ അഖിൽ വർമ്മ. ഇങ്ങോട്ട് ഇറങ്ങി വേടാ. ഇവളുടെ തട്ടിപ്പുകൾക്ക് ഇരയാകാൻ പോയ അവസാനത്തെ പേരുകാരാ നിങ്ങള്. ദേ നിൽക്കുന്നു ഇവളുടെ കൂട്ടുപ്രതി ഡിക്രൂസ്. ഈ അരവിന്ദൻ തന്ന വിവരങ്ങൾ അനുസരിച്ച് ആദ്യം തന്നെ ഡിക്രൂസിനെ ഞങ്ങൾ അങ്ങ് പൊക്കി. ഇവളെ മിസ്റ്റർ അഖിൽ വലയിൽ വീഴ്ത്തുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. ഇവിടെ ഒളിച്ചിരുന്ന സ്ഥലം സൈബർ സെല്ലാണ് കണ്ടെത്തിയത്. ഈ ജനീഷ് ആരാണെന്ന് ഇപ്പോഴും ഏട്ടന്മാർക്ക് പിടികിട്ടിട്ടില്ല. ഇവൾ അത്രയ്ക്കങ്ങ് വിശ്വസിപ്പിച്ച് കളഞ്ഞു ആദ്യേട്ടനെ. ഇവൾ ആരാണെന്നൊന്ന് പറഞ്ഞു കൊടുക്ക സാറേ. ഇവളോ? ഇവളെ കോടികളുടെ തട്ടിപ്പല്ലേ കേരളത്തിൽ ഉടനീളം നടത്തിയിരുന്നത്. ഇങ്ങോട്ട് നീങ്ങിക്കടി. ജനീഷ ഡിക്രൂസ്. ഈ ഡിക്രൂസ് ഭർത്താവൊന്നുമല്ല, എന്നാലും ഇവന്റെ പേരിനോട് ചേർന്നാണ് ഇവൾ അറിയപ്പെടുന്നത്. ഇവള് ഹണി ട്രാപ്പിലൂടെയാണ് ഈ രംഗത്തേക്ക് പ്രവേശിച്ചത്. പിന്നെ ഇന്ത്യയിലുടനീളം പലതരം തട്ടിപ്പുകൾ. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ. ഇവൾക്കും ഇവനും വേണ്ടി ഞങ്ങൾ വല വിരിച്ചിട്ട് കുറച്ചു നാളായി. ഒടുവിൽ അരവിന്ദനാണ് ഇവളെ പിടികൂടാൻ ഞങ്ങളെ സഹായിച്ചത്. സഹായിച്ചത് മറ്റൊരാളാ. പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു പെൺകുട്ടി. എന്നാ കൊണ്ടുപോയിക്കോട്ടെ ഞങ്ങള്. ആ സർ, ഒരു കാര്യം ഞങ്ങൾക്ക് ഇവളിൽ നിന്ന് അറിയണം. അതിനുശേഷം ഇവളെ കൊണ്ടുപോയാൽ മതി. അത് അഖില എന്നെ ഇവളോട് ചോദിക്കും. ഞങ്ങളുടെ ബിസിനസ് തകർക്കാനും ഏട്ടനെ ചതിക്കാനുമാ ഇവള് വന്നത്. ഇവളെ ഞങ്ങളുടെ അടുത്തേക്ക് വിട്ടതില് ആരോ പിന്നിലുണ്ടെന്ന് ഞങ്ങൾക്കൊരു സംശയം. അത് ഇവള് പറയണം. ചോദിച്ച കേട്ടില്ലടി, ഉത്തരം പറയാം. ആരുടെയും പ്രേരണ അനുസരിച്ചൊന്നും അല്ല ഞാൻ നിങ്ങളുടെ കമ്പനി തകർക്കാൻ വന്നത്. കേട്ടില്ലേ?
ഇവൾ അങ്ങനെയൊന്നും പറയില്ല. ജോളി, പറയടി, സത്യം പറയാൻ. ഇടി നിന്നോടല്ലേ പറഞ്ഞേ? പറയടി, സത്യം പറയാൻ. ഇടി ആരാ നിന്നെ അയച്ചതെന്ന് സത്യം പറയടി, സത്യം പറയാൻ. ഇടി പറയടി, എന്നെ ഇന്ന് ഇടി പറയടി അങ്ങോട്ട്. ഇടി പറയാൻ. മതി മതി. ദേ, പറഞ്ഞില്ലെങ്കിൽ നിന്റെ നല്ല എല്ലെല്ലാം ഞങ്ങൾ ഒടിച്ചു കളയും. ഞാൻ പറയാം സാർ. പറയേ. നിന്നെ ഞങ്ങളുടെ അടുത്തേക്ക് അയച്ചത് ആരാണെന്ന്? ജഗന്നാഥൻ. എന്തിന്? സഹോദരങ്ങളെ തമ്മിലടുപ്പിക്കാനും ആദിത്യവർമ്മയുടെ സ്വത്ത് കൈക്കലാക്കാനും. ഇപ്പൊ മനസ്സിലായില്ലേ ഏട്ടന്മാർക്ക് കാര്യങ്ങള്? ഏട്ടനോട് ക്ഷമിക്കടാ. ഏട്ടാ, ഏട്ടാ, നമുക്കിനി സമയം കളയാനില്ല. എത്രയും പെട്ടെന്ന് ജഗന്നാഥനെ പിടികൂടണം. അതെങ്ങനെ നമുക്ക് അയാളെ പിടികൂടാൻ പറ്റും? അതിനൊരു വഴിയുണ്ട്. നമുക്ക് ഇവളെ കൊണ്ട് തന്നെ ജഗന്നാഥനെ വിളിപ്പിക്കാം. അത് കൊള്ളാം. കടിച്ച പാമ്പിനെ കൂടെ തന്നെ വിഷം ഇറക്കിക്കുന്ന തന്ത്രം. സർ, ആ ജഗന്നാഥനെ പിടികൂടാൻ ഞങ്ങളൊന്ന് സഹായിക്കണം. പോലീസിന്റെ ഭാഗത്ത് നിന്ന് എല്ലാ സഹായങ്ങളും ഉണ്ടാവും. നിങ്ങളൊരു ചെറിയ കാര്യമൊന്നുമല്ല പോലീസിന് വേണ്ടി ചെയ്തു തന്നത്. അതുകൊണ്ട് എന്ത് പ്രത്യുപകാരം വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു തരാം. പറയൂ. ഇവള് വിളിക്കുന്നിടത്ത് ജഗന്നാഥൻ വരും. തട്ടിപ്പിന് കൂട്ടുന്ന ജഗന്നാഥനെ ഞങ്ങൾക്കും വേണമല്ലോ. ജഗന്നാഥനെ വിളിക്കടി. കാര്യങ്ങളെല്ലാം ഓക്കെ ആണെന്നും അത്യാവശ്യമായി തമ്മിൽ കാണണമെന്നും പറയും. ഫോൺ എടുത്ത് വിളിക്കടി. ജനീഷ, ആ, കാര്യങ്ങളെല്ലാം ഓക്കെയാണ് സാർ. വെരി ഗുഡ്. എഗ്രിമെന്റ് സൈൻ ചെയ്തോ? ആ, ചെയ്തു. സ്റ്റാമ്പ് പേപ്പർ തന്നെയല്ലേ? ആ, അതെ. ആ, എങ്കിലെല്ലാം ഓക്കെ. അത്യാവശ്യമായിട്ട് ഇപ്പൊ തന്നെ സാറിനെ കാണണമെന്ന് പറയും. ആ, ശരി. ആ, പിന്നെ സാർ, അത്യാവശ്യമായിട്ട് ഇപ്പൊ തന്നെ സാറിനൊന്ന് കാണണമായിരുന്നു. ഞാന് രജിസ്റ്റർ ഓഫീസിലേക്ക് പോവുക. അവിടെ വെച്ച് കാണാമല്ലോ. ആ, ഓക്കെ സാർ. ഓക്കെ. അയാൾ എവിടെ വരും? രജിസ്റ്റർ ഓഫീസില്. രണ്ടെണ്ണത്തിനെ തൂക്കി വണ്ടിയിലിട്. വാടി ഇങ്ങോട്ട്. സർ, എന്താകലേ? ഈ ജഗന്നാഥൻ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് മീറ്റ് ചെയ്യാന്നാ ഇവളോട് പറഞ്ഞിരിക്കുന്നത്. അതെ. അത് വേണ്ട സർ. ആള് കൂടി ഒരു സീനാവും അവിടെ. അത് ഞങ്ങൾക്ക് നാണക്കേടാ. അത് ശരിയാ. എങ്കിൽ മറ്റൊരിടത്താകാം. അഖില് സ്ഥലം പറയൂ. ആ, വില്ലൂന്നി മലയിലാവാം. ഓക്കെ. ആ, കൊള്ളാം. അവളുടെ മൊബൈലും കൊടുക്ക്. വിളിക്കടി. ജഗന്നാഥനോട് വില്ലൂന്നി മലയിലേക്ക് വരാൻ പറയും. അവിടെ നിന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചിട്ട് രജിസ്റ്റർ ഓഫീസിലേക്ക് പോവാന്ന് പറ. ആ, ജനീഷ. ആ, സാർ, വില്ലൂന്നി മലയിലേക്കൊന്ന് വരാൻ പറ്റുമോ? എന്താ കാര്യം?
ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് സംസാരിച്ചിട്ട് രജിസ്റ്റർ ഓഫീസിലേക്ക് പോവാം. ഓക്കെ ജനീഷ, ഞാൻ അങ്ങോട്ടേക്ക് വണ്ടി തിരിക്കുക. ആ നിങ്ങൾ ആ കാർ എടുത്ത് അങ്ങ് വരണം ഇവളുടെ. ശരി സാർ. ഡോ താൻ ചെല്ലി. ഏട്ടാ വാ, നമുക്ക് എന്റെ വണ്ടി പോ. അവളെ കാണുന്നില്ലല്ലോ. ഇതെന്താ അങ്കിളും ഈ വില്ലൂന്നി മലയില്? ശ്രീരാമനും സീതാദേവിയും കൂടെ വനവാസകാലത്ത് കറങ്ങി വന്നപ്പോ വില്ലുവെച്ച മലയല്ലേ വില്ലൂന്നി മല. ഓ, അപ്പോ ഈ ജഗൻ ശ്രീരാമൻ ത്രയംബകം വില്ലൊടിക്കാൻ വന്ന് കയറിയതായിരിക്കും ഈ മലയില്. വാള് വയ്ക്കുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഈ വില്ല് വയ്ക്കുന്നു കേൾക്കുന്നത് ആദ്യമായിട്ടാണ്. ഞാൻ വില്ല് ഊന്നുകയോ വാള് ഊന്നുകയോ ഒക്കെ ചെയ്യും. വേണ്ടി വന്നാൽ ഞാൻ ഈ മല തന്നെ ഇളക്കിക്കളയും. അത് എന്റെ കാര്യം. അതിരിക്കട്ടെ, വർമ്മ ബ്രദേഴ്സും ഈ അളിഞ്ഞ അളിയനും കൂടെ എന്തുവാ ഇവിടെ? അളിഞ്ഞ അളിയന്റെ കൈയുടെ തടമ്പ് തന്റെ ഡ്രൈവർക്ക് നന്നായിട്ട് അറിയാം. അത് ഡ്രൈവർക്കല്ലടാ. നിങ്ങൾ 4 പേരും കൂടി എന്താ ഇവിടെ എന്നാ ചോദിച്ചത്? ഓ, ഞങ്ങൾ വെറുതെ ചീട്ട് കളിക്കാൻ വന്നതാ. ഓ, ജഗന്നാഥൻ അങ്കിള് എന്തിനാ വന്നതെന്നാ ഞങ്ങൾക്കറിയേണ്ടത്. ഞാനേ ഇവിടെ ചീരകൃഷി ചെയ്യാൻ വന്നതാ. നല്ല 1-ാം തരം ചീരകൃഷി, അതും പല കളറിലുള്ളത്. അല്ല, കൃഷിക്ക് പറ്റിയ സ്ഥലമാണേ. ചീര മാത്രമല്ല, കൂട്ടത്തില് മത്തങ്ങ, വെള്ളരിക്ക, വെണ്ടയ്ക്ക, ഇതൊക്കെ ഇവിടെ കൃഷി ചെയ്യാൻ പറ്റും. പക്ഷെ മാർക്കറ്റ് ചെയ്യാനേ കുറച്ച് പാടാ, അല്ലടാ അരുണേ? അല്ല ഏട്ടാ, ഇവര് തലച്ചുമടായിട്ട് ചന്തയെ കൊണ്ടുപോയി വിറ്റോളും. പുള്ളിക്ക് നല്ല എക്സ്പീരിയൻസ് അല്ലേ? പരിഹസിക്കല്ലേ ഏട്ടാ, കൊമ്പത്തെ തമ്പുരാനല്ലേ. അത് ശരിയാ, അസ്ഥിക്ക് പിടിക്കുന്ന വർത്താനൊന്നും പറയല്ലേ. ഈ പാറ പൊട്ടിക്കൽ, പോരാട്ടം, അടി, ഇതൊക്കെയാ നിങ്ങൾക്ക് പറ്റിയ പണി. അത് നീയും നിന്റെ ഏട്ടന്മാരും കൂടെ അങ്ങ് ഉണ്ടാക്കിയാ മതി. അതല്ല, ആ പണി ചെയ്യിപ്പിക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ അങ്ങ് വിട്ടോളാം. അല്ല, കൊണ്ടുപോകാൻ വേണ്ടി നല്ലൊരു വണ്ടിയായിട്ടാ ഒരു ടീം വരുന്നത്.